ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് ആൻഡ് ഇൻറ്റു കോണ്ടിനെൻ്റൽ ഫുഡ് ഉണ്ടാക്കാം. അതായത് മോമോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് കറി മോമോസ് അല്ലെങ്കിൽ ഝോൽ മോമോസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മൈദ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി കനം കുറച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റൈലാണ് മടക്കുന്നതിന്. ഞാനിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം മോമോസ് എല്ലാം. എന്നിട്ടൊരു പാത്രത്തിൽ നമുക്കത് ലെയർ ചെയ്ത് വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിങ്ങനെ പുറത്ത് വയ്ക്കാം ഇത്. അപ്പോൾ എല്ലാ മോമോസ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റൈൽ ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന ഒരു ഇത് എടുത്തിട്ട് നടുക്ക് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫില്ലിങ് നിറച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വിരലും കൊണ്ട് ഇങ്ങനെ മടക്കി അത് അടുത്ത സൈഡിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ മോമോസ് മടക്കിയെടുക്കുന്ന ഒരു സ്റ്റൈലാണ്. ആദ്യം നമ്മൾ എടുത്തത് ഒരു പോട്ട്ലി സ്റ്റൈലായിരുന്നു. ഇതൊരു ലോങ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മോമോസിൻ്റെ പുറത്തോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ട്രാൻസ്പെറൻസിക്കും നമ്മളിത് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പം ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഒന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലും നന്നായിട്ട് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോമോസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട രീതിയിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് വെള്ളം തിളയ്ക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലോട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ കറി ബേസ് തയ്യാറാക്കാം. അപ്പോൾ ഒരു വലിയൊരു തക്കാളി, സവോള, പിന്നെ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വലിയ കാശ്മീരി ചില്ലി, ഒരു സ്പൂൺ കടല, ഒരു സ്പൂൺ വെളുത്ത എള്ള്, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസിൻ്റെ കറി ബേസ് അല്ലെങ്കിൽ ഝോൽ ബേസ്. അപ്പോൾ സ്പൈസിനെസ് ഇഷ്ടമുള്ളവർക്ക് 1-2 ഉണങ്ങിയ മുളക് കൂടുതൽ ചേർക്കാം. ഞാനൊരു വളരെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോമോസ് സ്റ്റീം ചെയ്തെടുത്തത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കറി മോമോസിൻ്റെ കറി ഈ ബേസിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ട് മോമോസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് എന്താ പറയുന്നത് പ്രൈസി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ട്രെൻഡിങ്ങും കംഫർട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡി വീഡിയോസും സ്റ്റൈൽസ് ഓഫ് കുക്കിങ്ങും ടിപ്സും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.